ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പഴം കൊണ്ടുള്ള ഒരു പായസം തയ്യാറാക്കാം. ഇത് പൂവൻ പഴം ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. ഇതിവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു പൂവൻ കുലയാണ്. അപ്പോൾ അത് പഴുത്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു പൂവൻ പഴം പായസം കൂടെ തയ്യാറാക്കാമെന്ന്. നല്ല ടേസ്റ്റാണ് പൂവൻ പഴം പായസം. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഞാൻ രോഷ്നിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ടിങ്കിൾസ്. ഞാനിവിടെ ഒരു 10 പഴമാണ് പായസം തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ പീസായിട്ട് ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു വിഷു സ്പെഷ്യൽ പായസമായിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. വിഷുവിന് എല്ലാവരും ഈ ഒരു പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ പഴമെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഇനി നമുക്ക് ചവ്വരി കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു 2 കപ്പ് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ചവ്വരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് കുക്കായിട്ട് വരും. ലോ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ നമ്മുടെ ഉരുളി നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുള്ളതാണ്. നല്ല ഉണങ്ങിയ തേങ്ങയാണ് ഇതിനായിട്ട് എടുക്കുന്നതെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ പീസസ് എല്ലാം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. അതുകൂടെ ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് റേസിൻസും കൂടെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൂവൻ പഴം ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിക്കേണ്ടതായിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചിട്ട് ഇത് കുറച്ച് നേരം നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു ഫോമിൽ ആയിട്ടുണ്ട്. പഴം നെയ്യിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര പാനിയിൽ കിടന്ന് നമ്മുടെ ഈ പഴം നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം. അതായത് നമ്മുടെ ശർക്കര പാനിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റി നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ ആയി കിട്ടണം. ഇത് കുറച്ച് ടൈം എടുക്കും. എന്നാലും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതിയാവും. ഒരു വലിയ തേങ്ങയിൽ നിന്നും തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും 3-ാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒരു 2 കപ്പ് 3-ാം പാലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചവ്വരിയാണിത്. അതുകൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചവ്വരിയൊക്കെ നല്ല മുത്തുമണി പോലെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം. അത് ഒരു 1.5 കപ്പാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതുകൂടെ ഒഴിച്ചു കൊടുക്കാം.
ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സൈഡൊക്കെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1-ാം പാല് ഒഴിച്ചു കൊടുക്കാം. 1-ാം പാല് നല്ല കട്ടിയുള്ള പാലാണ്. അതൊഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ പീസസും കിസ്മിസും കാഷ്യൂ നട്ട്സും അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കായി വന്നോളും. ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചതും ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൂവൻ പഴം പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ടിങ്കിൾസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.